ഈ ജോയിക്കുട്ടൻ എന്നത്തിലടി അവക്കടെ പേര് കാണാൻ കയറിയിരിക്കണേ? അത് സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ അമ്മച്ചി? ഇപ്പോഴത്തെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാ. അവ സ്നേഹിച്ചേടി അവൾ അതിനുള്ളിൽ കിടക്കണേ. ഇനി അവിടെ പോയി എന്തോന്ന് സ്നേഹിക്കാനാ? എന്റെ പൊന്നമ്മച്ചി ഒന്നും മിണ്ടാതിരി. പേടിക്കണ്ട, ഡെലിവറി കണ്ട് ബോധം പോയതാ. 2 തവണ മിസ്റ്റർ കേരള ആയിരുന്ന ആളാണ് സാർ ഞാൻ. ഇവനിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന? അമ്മച്ചി ദേ കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ട്. എന്റെ കർത്താവേ, ജോയിക്കുട്ടനെ പറിച്ചു വെച്ചേക്കണ്. നിങ്ങൾ ശീതളിന്റെ ആൾക്കാരാണോ? അല്ല, ഞങ്ങൾ റോസിയുടെ ആൾക്കാരാ. ഇത് ശീതളിന്റെ കുട്ടിയാ. ശീതളിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഞാനാ ശീതളിന്റെ ഭർത്താവ്. ആൺകുട്ടിയാ. ഞാനൊന്ന് എടുത്തോട്ടെ. എന്റെ മകന, എത്ര നാളായി? 20 കൊല്ലമായി. നല്ല മോനാണ്. നല്ലത് മാത്രം വരട്ടെ. കർത്താവ് രക്ഷിക്കും. ഭഗവാനെ, ഇനി തരൂ. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. ബേബിക്ക് ഒരു വൈറ്റ് ക്ലോത്ത് വാങ്ങിത്തരണം. താഴെ ഫാർമസി കിട്ടും. കുഞ്ഞ്, ഞങ്ങള് ജോയിക്കുട്ടന്റെ ആൾക്കാരാ. ജോയിക്കുട്ടന് ബോധം വീണോ അമ്മച്ചി? ബിരിയാണി അരി നീളനല്ലേ? നീളം മതി. എന്നെ കെട്ടിക്കാനാടാ നോക്കിയിരിക്കുന്നേ. വേഗം പോയി ചാക്കി കയറ്റി വെക്കണം. താനിരിക്കടൂ. അവന് മലയാളം അറിയാത്ത ചേട്ടന്റെ ഭാഗ്യം. ആര് പറഞ്ഞു? അവന് നല്ല അസലായിട്ട് മലയാളം മനസ്സിലാവും. എടോ, ഇവറ്റകളോടൊക്കെ അല്ലേ നമുക്കിതൊക്കെ പറ്റൂ. ഇതേ പൊക്കവും വണ്ണവുമുള്ള ഒരു മലയാളിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ? അതില്ല. എവിടെ നോക്കിയാലും ഈ ജന്തുക്കളാ. ചേട്ടന് എലികളൊക്കെ അങ്ങോട്ട് കൊല്ലാൻ മേലെ. അതൊന്നും ചെയ്യില്ലടൂ. അപ്പനുണ്ടായിരുന്ന കാലത്തെ ഇവറ്റകൾക്ക് വിളിപ്പേര് വരെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു മൂപ്പരുമായിട്ട്. കട എനിക്ക് തന്നപ്പോ അപ്പൻ ഒരേ ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ: എലികളെ കൊല്ലരുത്. നാട്ടിൽ എലിപ്പനിയുടെ സീസണാ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരെങ്ങാനും കണ്ടാലേ പിടിച്ചകത്തിടും. താനായിട്ട് അറിയിക്കാതിരുന്നാ മതി. ഒന്ന് കൂടി പടക്കളം പോലെ. ശരി, എന്നാലേ അടുത്ത വരവിന് കാണാം. ആയിക്കോട്ടെ. മുംബൈ നഗരത്തിൽ വൻ സ്ഫോടനം. ജൂഹു മാർക്കറ്റിലെ ഒരു ബേക്കറിയിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ സ്ഫോടനമുണ്ടായത്. ഇതുവരെ 17 പേർ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയ വാർത്ത, സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ ബ്രദർഹുഡ് എന്ന തീവ്രവാദി സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞതായി ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ചാവേറുകൾ ഓടിക്കയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ജൂഹു മാർക്കറ്റിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷന്റെ പേര് ചെയിൻ റിയാക്ഷൻ എന്നാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. This is chain reaction. We take responsibility for this operation. It is chain reaction. 12 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. 12 മണിക്ക് ചെയിൻ റിയാക്ഷൻ തുടങ്ങി. ഈ ഓപ്പറേഷന്റെ പേര് ചെയിൻ റിയാക്ഷൻ എന്നാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. 12 മണിക്ക് ചെയിൻ റിയാക്ഷൻ തുടങ്ങി. ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസ്.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സ്ഫോടനം നടത്തുമെന്നാണ് തീവ്രവാദികളുടെ മുന്നറിയിപ്പ്. ഞാൻ പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു? ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡ്സിൽ മാത്രമുള്ള കാര്യം അറിയാമെങ്കിൽ അവൻ ആരായിരിക്കും? ഇനിയിപ്പോ പോലീസ് ആയിരിക്കൂ? ഏയ്, പോലീസ് ആണെങ്കിൽ അവനെന്തിനാ നമ്മളെ പിടിക്കാതെ വിട്ടത്? ഓർക്കാപ്പുറത്തുള്ള അറ്റാക്ക് ആയിപ്പോയി. അതാ നമുക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. സാറിന്റെ മെസ്സേജാണ്. നമുക്ക് പോകാൻ സമയമായി. ഇവിടെ നടന്നതൊന്നും സാർ അറിയരുത്. ഹലോ, എന്താ ഇവിടെ? ഇങ്ങോട്ട് കയറാൻ പാടില്ലെന്ന് അറിയില്ലേ? അല്ല, വെള്ളത്തിന് കൊടുക്കാൻ. പുറത്ത് കോളിംഗ് ബെൽ വെച്ചിട്ടുണ്ട്, അത് അടിച്ചാൽ മതി. ഞങ്ങൾ വന്ന് വാങ്ങിക്കോളാം. ഇങ്ങ് തന്നേക്കൂ. ശീതൾ, അവൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കോട്ടെ, ഉറങ്ങിക്കോട്ടെ. ക്യാ ഹേ ദുർഗ, ബോലോ നാ. ഒരു പ്രശ്നമുണ്ട്. ആ, തും ലോഗ് ചായ പീ കെ ജാവോ. ജാവോ ജാവോ. हाँ जी. वो പുറത്തേക്ക് പോ. നിങ്ങൾ വാ. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സാർ, എല്ലാം സെറ്റാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് ചെല്ലണം. പാലത്തിനടുത്തുള്ള പേ ആൻഡ് പാർക്കിൽ നിങ്ങൾക്കുള്ള വണ്ടി ഉണ്ടാവും. KL7Q 7315, ഡാർക്ക് ഗ്രേ കളർ ടാറ്റ സുമോ. എൻട്രൻസിന് മുന്നിലെ അത്തർ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ചാവി കിട്ടും. പേടിക്കണ്ട, അബു എന്നാണ് അയാളുടെ പേര്. വിശ്വസ്തനാണ്. കാറിൻ്റെ പിൻസീറ്റിന് താഴെ 2 ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 2 ബോംബും സെൽഫോൺ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സെൽഫോണും അതിലിടാനുള്ള സിം കാർഡും വണ്ടി തന്നെ ഉണ്ട്. മൊബൈൽ ഫോൺ വൈബ്രേറ്റർ മോഡിലാക്കിയിട്ട് വേണം ബോംബിൽ സെറ്റ് ചെയ്യാൻ. വൈബ്രേറ്ററിൽ നിന്നുള്ള കറണ്ടാണ് ബ്ലാസ്റ്റിനുള്ള ഇഗ്നിഷൻ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പറേഷന് തൊട്ട് മുമ്പ് മാത്രമേ ഡിറ്റനേറ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആരാ സെറ്റ് ചെയ്യുന്നത്? ഇവൻ അറിയാം സാർ. പിന്നെ നിങ്ങളുടെ മൊബൈലിലും സിം കാർഡിലും ഒരു കോണ്ടാക്റ്റും സേവ് ചെയ്യരുത്. കോൾ ഹിസ്റ്ററി എപ്പോഴും എംപ്റ്റി ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരാൾ പിടിക്കപ്പെട്ടാലും ബാക്കിയുള്ളവരിലേക്ക് പോലീസിന് പെട്ടെന്ന് എത്താൻ കഴിയില്ല. മിഷൻ തീരുന്നത് വരെ എല്ലാ കമ്മ്യൂണിക്കേഷനും വാട്സാപ്പ് വഴി മതി. മിഷൻ കഴിഞ്ഞ് നിങ്ങൾ നേരെ വൈപ്പിൻ ഹാർബറിലെത്തണം. അവിടുന്ന് ജയ്ഹിന്ദ് എന്ന ട്രോളറിൽ നിങ്ങൾക്ക് സിറ്റി വിടാം. എല്ലാം നല്ലപടി നടത്താൻ അവൻ കനിയട്ടെ. ജയ് ജിഹാദ്, ജയ് ജിഹാദ്, ജയ് ജിഹാദ്. ഏ? ത്രോട്ട് ഇൻഫെക്ഷൻ.